ഹലോ ഗൈസ്, എലിശബ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് സൂര്യ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ADHD എന്താണ് എന്നാണ്. എന്താണ് ADHD? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധക്കുറവ്, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതായത് നമ്മളിപ്പോ പഠിക്കാനിരുന്നപ്പോ തന്നെ നമ്മൾ ഫോൺ തോണ്ടിയപ്പോ തന്നെ കിച്ചണിൽ സൗണ്ട് കേട്ടപ്പോ തന്നെ നമ്മൾ ആ വഴിക്ക് അങ്ങോട്ട് വേറെ പല ടാസ്കുകളിലേക്ക് പോയപ്പോ നമ്മൾ തുടങ്ങി വെച്ച ടാസ്ക് എന്താണോ അത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, അഥവാ അതിന്റെ കൂടെ പോയ ടാസ്കുകളും നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല. ഇതാണ് 1 പോയിന്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പൊ ക്ലാസ്സില് കുട്ടി ഇരിക്കുമ്പോ നമുക്ക് എന്താ പറയാ, ഇതപ്പ തീരും, ബ്രേക്കപ്പ് കിട്ടും, ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അവരെ കൊണ്ട്. പിന്നെ അതൊരു ഡിസോർഡറാണ്, അതായത് ബ്രെയിനിൽ ഉണ്ടാകുന്നതും ഒരു കണ്ടീഷനാണത്. ഇത് ഒരിക്കലും പടരുന്ന ഒരു അസുഖമല്ല, ഇത് ബ്രെയിനിന്റെ പാറ്റേണിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണത്. അപ്പോ ഇങ്ങനെയുള്ളവർക്ക് ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റിവിറ്റി തിങ്കിങ് ഉണ്ടാവും, പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ വേണം എന്നൊരു ഇതുണ്ടാവും. പിന്നെ ഇമ്പൾസീവ് ആയിട്ട് പേഷ്യൻസ് വളരെയധികം കുറവായിരിക്കും കേട്ടോ. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഫ്രണ്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ADHD ഉള്ള ആള് കേൾക്കുമ്പോൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ആക്കണേക്കാൾ മുമ്പ് എടുത്ത് ചാടി വർത്താനം പറഞ്ഞ് കോളാക്കും. അയാൾ എന്താ പറഞ്ഞെന്നുള്ളത് ഈ ADHD ഉള്ള ആൾക്ക് കേൾക്കാൻ എന്താ പറയാ, മൊത്തം കേൾക്കാനുള്ള പേഷ്യൻസ് ഇല്ല. അതുപോലെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോ നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ അല്ല എടുത്തിട്ട് വരാം. അത് പൊതുവെ എല്ലാവരും ലൈഫിലുണ്ട്, പക്ഷെ ഡെയിലി നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും ADHD ഉണ്ടെന്നാണ്. പിന്നെ ഇതിനൊക്കെ നമുക്ക് CBT എടുക്കാം, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എടുക്കാം, അതുപോലെ തന്നെ ഡെയിലി റൂട്ട് എക്സസൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. അപ്പോ ഇത് ഒരിക്കലും നമുക്ക് പടർന്ന അസുഖമല്ല, അതല്ല ജെനറ്റിക് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ഒരു മെന്റൽ സ്റ്റേറ്റ് ആണത്. പിന്നെന്താണ്, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നവരെ ബൈ.